ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദിനും മറ്റേത് വിശേഷങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ ഒരു 3 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ ഒഴിവാക്കിയതാണ്. അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കുക. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ഇന്ന് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ക്യാരറ്റ് അരച്ചത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 4-5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വന്ന ശേഷം ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. 1/2 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ റവ വേവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല പെട്ടെന്ന് അത് വേവാതെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. കയ്യിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റവൻ്റെ മിക്സ് ലേശം ഒന്ന് ചൂടാറിയാൽ മതി. നന്നായിട്ട് ചൂടാറേണ്ട ആവശ്യമില്ല. നമുക്ക് കയ്യിൽ ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പാകം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ബോൾസാക്കിയിട്ട് ഇനി നമ്മൾ ഉന്നക്കായൻ്റെ ഷേപ്പിൽ ചെറുതാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഷേപ്പ് ആക്കി എടുത്തിട്ടുള്ളത് ബോൾസാക്കിയിട്ടാണ്. ചെറിയ ബോൾസാക്കിയിട്ട്. അപ്പോൾ ഞാനിവിടെ അത് ഫുള്ളും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. ഞാനത് ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ ആവണ്ട, ഒരു 5 മിനിറ്റ് ഞാനതൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലൊന്ന് ചൂടായി വരുന്ന ആ ടൈമിൽ നമുക്ക് 2 ടേബിൾ സ്പൂണ് കോൺ പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പ് പാലിലൊന്ന് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്, കട്ടകളൊന്നും ഇല്ലാതെ. കോൺ പൗഡറിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ആവി കയറ്റി വെച്ചിട്ടുള്ള റവൻ്റെ ബോൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അത് ഉടയാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒടിഞ്ഞ് പോയിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തത് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. ഞാൻ വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്ത് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റും കൂടും. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുള്ള ബദാം ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടും അല്ലാതെ നമുക്ക് ചൂടോടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.